അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യവുമായ ദർഗയ്ക്കും അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യവാനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ, ഇപ്പോൾ ആദ്യമായി ഈ ഉന്നത പദവിയുടെ നൽവരത്തിന് അനുയോജ്യമായിരിക്കുന്ന നേരായ മാർഗം ഞാൻ നിന്നെ കാണിക്കാം. കർത്താവായ യേശു മിശിഹായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ആയിത്തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും നടക്കണം. അനുഗ്രഹിക്കപ്പെട്ട മകനെ, കർത്താവായ യേശു മിശിഹ പരിശുദ്ധ എവങ്കേലിയോനിൽ വെടിപ്പുള്ള തൻ്റെ ശിഷ്യന്മാർ കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ലീഹന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസികളെ എല്ലാ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഫലമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികളെ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ കാത്തുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് യോഗ്യമാകുന്നു. മുഖ്യമായത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിനുമുള്ള വിശ്വാസമാകുന്നു. വിശുദ്ധ തൃത്വം പരിശുദ്ധ മൂന്നഗ്നവുമാകുള്ള സത്യ ഏകദൈവമാകുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വായ് കൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏകഗ്നവുമാ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടത്താൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യ സ്നേഹത്താൽ അവൾ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നും കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം. തൻ്റെ കരുണകൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പുറജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല എന്ന് നീ ഏറ്റുപറയണം. വീണ്ടും സ്തുതിച്ച് വാക്കപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമതായി സ്നേഹന്മാർ മുമ്പന്മാരായ പത്രോസിനെയും പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്നേഹായെയും അവൻ്റെ സഖാക്കളെയും അവരുടെ സഖികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമയനായ മഗ്നാത്യോസിനെയും ദിവന്യാസ്യോസിനെയും യൂലിയോസിനെയും അത്താനാസ്യോസിനെയും ബസേലിയോസിനെയും ഗ്രിഗോറിയോസിനെയും ഇവാനിയോസിനെയും കൂറിലോസിനെയും സത്യവിശ്വാസികളായിരിക്കുന്ന ശേഷം പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കൽപ്പനകളെയും ശേഷം സഹോദര മെത്രാപ്പോലിത്തന്മാരുടെ കൽപ്പനകളെയും ബലഹീനായ എൻ്റെ കൽപ്പനകളെയും നീ അനുസരിക്കണം. അവരുടെ മാർഗങ്ങളിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും എന്നോട് കൂടി സത്യവിശ്വാസത്തിൽ നിന്ന് ഇതരമായ സകല വിശ്വാസത്തെയും നീ ദ്വേഷിച്ച് പറയുകയും ചെയ്യണം. ഇപ്പോൾ വിശ്വാസമേറ്റു പറയുന്ന സമയമാണ്. ചൊല്ലിത്തരുന്നത് നീ ഏറ്റുചൊല്ലണം. ഞാൻ നിരസിക്കുന്ന സകലവും അവിടുന്ന് നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും ഞാൻ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഞാൻ ദ്വേഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിരസിക്കുന്ന സകലവും അവിടുന്ന് നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും ഞാൻ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. ഞാൻ നിരസിക്കുന്ന സകലവും അവിടുന്ന് നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും ഞാൻ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. ഇപ്പോൾ വിശ്വാസമേറ്റു പറയുന്ന സമയമാണ്. ഞാൻ വിശ്വസിക്കുന്ന സകലവും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സകലവും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സകലവും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ആത്മീയ മകനും വാത്സല്യവാനുമായവനെ, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നെന്തെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും
കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നീ നിലനിൽക്കണം. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ധൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും മറ്റു തിന്മകളിൽ നിന്നും ദൈവത്തിൻ്റെ വാതിക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന മറ്റു തിന്മകളിൽ നിന്നും നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. പരിശുദ്ധനായ പൗലോസ് സ്ലീഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശുശ്രൂഷക്കാരൻ ഗൗരവഭാവമുള്ളവനും ഇരുവാക്കുകാരനും മദ്യപാനും ദുർലോഭവും മോഹിയുമാകരുത്. ഇവ നീ സമ്മതിക്കുന്നുവെന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളമാകുന്ന സ്ലീബായുടെ ആകൃതിയിൽ ആദ്യമായി നീ കുത്തുകളിടണം. ഇപ്പോൾ നമ്മുടെ സഹോദരനും നമ്മുടെ വാത്സല്യവാനുമായവനെ ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളം, അതായത് സ്ലീബായുടെ അടയാളം നീ വെച്ചിരിക്കുന്നു. ദൈവമുമ്പാകെയും ബഹുമാനമുള്ള തൻ്റെ മാലാഖമാരുടെയും ഈ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെയും അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയും നിന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം കാത്തുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു. അത് നീ കുറ്റം കൂടാതെയും മാറ്റം കൂടാതെയും മുഖപക്ഷം കൂടാതെയും കാത്തുകൊള്ളണം. കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ തൻ്റെ മുമ്പാകെ എനിക്കും നിനക്കും മുഖപ്രസാദന ഉണ്ടാകുവാനായിട്ട് സത്യശിഷ്യന്മാർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം. വീണ്ടും ഇവ നീ സമ്മതിക്കുന്നുവെന്നുള്ളതിലേക്ക് കുത്തുകൾ യോജിപ്പിച്ച് നിന്റെ കൈയടയാളമാകുന്ന സ്ലീബ നീ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ എൻ്റെ മകനെ, നാം നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് ഒന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിന് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളം നീ വെച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ എനിക്കും നിനക്കും മധ്യേ ദൈവം തമ്പുരാൻ ന്യായം വിധിക്കട്ടെ. ഇപ്പോൾ മൃഗീയമായ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തമായി നിന്റെ തലമുടി സ്ലീബായുടെ അടയാളത്തിൽ ഇപ്പോൾ കത്തിരിക്കപ്പെടുന്നു. ശിരസിലെ നിർജീവ മുടി വഴിയായി സകല മൃഗീയ പ്രവർത്തനങ്ങളും നീക്കിക്കൊണ്ട് അബ്രഹാം ശമാശനായി പട്ടം വെട്ടപ്പെടുന്നു. എൻ്റെ മകനെ നീ ഗ്രഹിക്കണം. ബഹുമാനമുള്ള സ്ലീബായുടെ അടയാളം എനിക്കും നിനക്കും ഇടയിൽ സാക്ഷ്യമായിരിക്കട്ടെ. എൻ്റെ ബലഹീനതയ്ക്കെതിരായി അഹങ്കാരത്തോടുകൂടി നീ നിൽക്കുന്ന നേരത്ത് ആചാരത്തിൽ നിന്നും നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധ രഹസ്യങ്ങളിൽ നിന്നും നീ ഉരിയപ്പെട്ടവനായി തീരും. ഇപ്പോൾ കർത്താവായ യേശു മിശിഹായോട് ഞാൻ അപേക്ഷിക്കുന്നു, താൻ നമ്മെയും നിന്നെയും രക്ഷിച്ച അശുദ്ധിയിൽ നിന്ന് അകറ്റുമാറാകട്ടെ. നീ ശരിയായി ചെയ്തിട്ടുള്ള ശുശ്രൂഷ മുഖാന്തരം സന്തോഷത്തോടും മുഖപ്രസാദത്തോടും കൂടി തിരുമുമ്പാകെ നിൽപ്പാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നു പ്രവേശിച്ച ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശിപ്പിനെന്ന് വലതുഭാഗത്തുള്ളവരുടെ പറയുകയും ചെയ്ത ആ സന്തോഷ ശബ്ദം കേൾപ്പാനും ദൈവമാതാവായ വിശുദ്ധ മർത്തമറിയം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി
ദൈവമായ കർത്താവിനോട് ഞാൻ യാചിക്കുന്നു. ആമീൻ. എൻ്റെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ട മകനുമേ, നീ തിരിച്ചറിയുവിൻ. ആദ്യം ഞാൻ നിന്നോട് കൽപ്പിച്ചു, വീണ്ടും ഇപ്പോൾ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള നിന്റെ പ്രവേശനം നിഗളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടും ആയിരിക്കരുത്. ശുശ്രൂഷക്കുപ്പായവും ഉറാറയും കൂടാതെ ദൈവത്തിൻ്റെ മദ്ബഹായിൽ നീ നിൽക്കരുത്. കളങ്കമില്ലാത്ത കുർബാനയപ്പം നീ ഉണ്ടാക്കണം. കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം അത് കളങ്കമില്ലാത്ത കുഞ്ഞാട് പോലെയും കോട്ടമില്ലാത്തതും ഖനം കൂടാത്തതുമായിരിക്കണം. പുളിപ്പില്ലാത്തതോ വളരെ പുളിപ്പുള്ളതോ ആയിരിക്കരുത്. എന്തെന്നാൽ അത് ദൈവത്തിനുള്ള കാഴ്ചയാകുന്നു. അമിതമായും അലസമായും നിങ്ങൾ കാസ കലർത്തരുത്. ഞാൻ നിന്നോട് ആദ്യം തന്നെ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം ഭയത്തോടും വിറയലോടും കൂടി നീ നിൽക്കേണ്ടതാകുന്നു. മദ്ബഹ അലങ്കാരങ്ങളിൽ തിരശ്ശീലയോ തിരുവസ്ത്രങ്ങളോ കുരിശോ ശോശപ്പായോ മറ്റെന്തെങ്കിലുമോ വളഞ്ഞോ കോടിയോ സ്ഥിതി ചെയ്യുവാൻ നീ അനുവദിക്കരുത്. എന്തെന്നാലും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ അനാസ്ഥയാകുന്നു. വിശുദ്ധതമ്പുരാനെല്ലായ്പ്പോഴും നിന്നെ കാണുന്നുവെന്നും നീ പ്രവർത്തിക്കുന്നവയ്ക്ക് അവ നന്മയായാലും തിന്മയായാലും പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുവിൻ. മദ്ബഹായ തിരുവസ്ത്രങ്ങൾ കുടയുമ്പോൾ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും നിലത്ത് വീഴാതെ സൂക്ഷിക്കണം. വിശ്വാസികൾക്ക് ഭിക്ഷ കൊടുക്കുമ്പോഴും അപ്രകാരം നീ സൂക്ഷ്മ ഉള്ളവനായിരിക്കണം. എന്തെന്നാൽ പരിശുദ്ധ റൂഹായുടെ കൃപ അതിൽ വസിക്കുന്നുവല്ലോ. മദ്ബഹായിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ മശിഹായുടെ തിരുരക്തങ്ങളല്ലാതെ മറ്റൊന്നും നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ചന്തസ്ഥലത്തോ തെരുവീഥികളിലോ നീ ഭക്ഷിക്കുകയോ നടക്കുകയോ അരുത്. സംഘങ്ങളിൽ വെച്ചോ മദ്യഷാപ്പുകൾ വെച്ചോ വീഞ്ഞും മദ്യവും കുടിക്കുകയോ അയോഗ്യമായി മദ്ബഹായിൽ കയറുകയോ ചെയ്യരുത്. നിന്നെപ്പറ്റി തന്നെ നിഗളത്തോടെ ചിന്തിച്ച് പ്രസാദിക്കരുത്. ലൗകികാധികാരങ്ങളും കാര്യസ്ഥന്മാരുമെന്ന പോലെ ക്ഷണികമായി ലോകത്തിൽ നിന്ന് നീ തലവനാകരുത്. നിന്നോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുമെങ്കിൽ അതിനാൽ നാം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിലും നീ യോഗ്യനായി തീരുകയും നേരിട്ടുള്ള ഷമ്മാസെന്ന് നീ വിളിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരമല്ലെങ്കിൽ കർത്താവായ യേശു മിശിഹായോട് നീ ഉത്തരം പറയേണ്ടി വരികയും നിന്നിൽ നിന്ന് ഞാൻ വേർപെട്ടിരിക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സകലവും നീ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനെന്നും നീ അറിയപ്പെടുകയും ചെയ്യും. ദൈവമായ കർത്താവിനോട് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. സകല ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമാകുന്ന പ്രകാരം തന്നെ സ്നേഹിപ്പാനായ ശക്തിയും സഹായവും താൻ നിനക്ക് നൽകട്ടെ. നീ പ്രാപിച്ചിട്ടുള്ള ഈ ആചാരിത്വ പദവി മൂലം നിനക്ക് മുഖപ്രസന്നത ഉണ്ടാവുകയും നിന്നെ അലട്ടുന്നതായ തെറ്റുകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവായ വിശുദ്ധ മർത്തമറിയാം അമ്മയുടെയും സർവ്വപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. വീണ്ടും വിശ്വാസികളെ, എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമായ വിശ്വാസികളുടെ സമൂഹമേ, ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെടുന്ന ഈ സിംഹാസനം അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരുന്നതിനും ദൈവം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണയുള്ളവരും ചൊല്ലുവിളിയുള്ളവരുമായി ആക്കി തീർക്കുന്നതിനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുന്നതിനും ശരിയായ നിലയിൽ അവർ വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്ന് വെടിപ്പുള്ള സിംഹാസന്മാരും തേജസ്സുള്ള പട്ടക്കാരും ഉണ്ടാകുന്നതിനും കർത്താവായ യേശു മിശിഹായോട് നിരന്തരം നിങ്ങൾ അപേക്ഷിപ്പിൻ. നിങ്ങളുടെ മേൽ കരുണയും ആർദ്രതയും കൃപയും താൻ ചീന്തുമാറാകട്ടെ. സ്നേഹവും ഐക്യവും നിങ്ങളുടെ ഇടയിൽ താൻ വിതയ്ക്കുമാറാകട്ടെ. നിങ്ങളുടെ ഇടയിൽ നിന്ന് സാത്താൻ്റെ കെണിയെ താൻ തകർക്കുമാറാകട്ടെ. പരീക്ഷകളിൽ നിന്നും സങ്കടകാലത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിങ്ങളെ താൻ വീണ്ടുകൊള്ളുമാറാകട്ടെ. നേരായ ഊടുവഴികളിൽ
നിങ്ങളുടെ പ്രവൃത്തികളെ താൻ സമാധാനത്തിൽ നയിക്കുമാറാകട്ടെ. നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാമിൻ്റെ മടിയിൽ താൻ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഏദൻ തോട്ടം താൻ നിങ്ങൾക്ക് അവകാശമായി നൽകുമാറാകട്ടെ. താൻ നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ആ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കൊരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം വന്ന് പ്രവേശിച്ച് അവകാശിപ്പിനെന്ന് നിങ്ങളോട് താൻ അരുളുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവായ വിശുദ്ധ മർത്തമറിയം അമ്മയുടെയും സർവ്വപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.